إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരോടും വളരെ ഗൗരവത്തോടു കൂടെ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു കൽപ്പിച്ചതുപോലെ മരണം വരെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സ്വഹാബി ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബ്ഇൻ, ഞങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 7 കാര്യങ്ങൾ കൽപ്പിച്ചു. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന ഹദീസാണ്. അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബ്ഇൻ, ഞങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 7 കാര്യങ്ങൾ കൽപ്പിച്ചു. എന്നിട്ട് ആ 7 കാര്യങ്ങൾ ബറാ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്. ബി ഇയാദത്തിൽ മരീദ്, അതിലൊന്ന് രോഗസന്ദർശനം നടത്താനാണ്. വത്തിബാഇൽ ജനായിസ്, രണ്ടാമത്തേത് ജനാസയെ പിൻപറ്റാനാണ്. വതശ്മീത്തിൽ ആതിസ്, അതുപോലെ തന്നെ തുമ്മിയ ആളെ സന്തോഷിപ്പിക്കുക. തുമ്മിയ ആൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ യർഹമുക്കല്ലാ എന്ന് ആ വ്യക്തിയോട് തിരിച്ചു പറയൽ. അതുപോലെ തന്നെ വനസ്രിൽ ദഈഫ്, ദുർബലരായ ആളുകളെ സഹായിക്കൽ. വഔനിൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവരെ സഹായിക്കൽ. വഇഫ്ശാഇസ് സലാം, സലാം വ്യാപിപ്പിക്കൽ, ധാരാളമായി സലാം പറയൽ. വഇബ്റാരിൽ മുഖ്സിം, അതുപോലെ തന്നെ സത്യം ചെയ്താൽ അത് നിറവേറ്റൽ. ഇങ്ങനെ 7 കാര്യങ്ങൾ ഞങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ 7 കാര്യത്തിൽ ഒന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇയാദത്തുൽ മരീദാണ്, രോഗികളെ സന്ദർശിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിൽ ഏറെ പ്രാധാന്യത്തോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യമായും വേണ്ട ഒരു സ്വഭാവമാണ് രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇമാം ബുഖാരി തന്നെ രേഖപ്പെടുത്തുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത്ഇമു അൽ ജാഇ, വിശക്കുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കുക. വഊദു അൽ മരീദ്, അതുപോലെ തന്നെ രോഗസന്ദർശനം നിങ്ങൾ നടത്തുക, രോഗികളെ നിങ്ങൾ സന്ദർശിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ മുസ്ലിമിനോട് കാണിക്കേണ്ട ബാധ്യതയിൽ 5 ബാധ്യതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ, മുസ്ലിമിനോടുള്ള ബാധ്യത 5 എണ്ണമാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഒന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇയാദത്തുൽ മരീദ്, രോഗസന്ദർശനമാണ്. അപ്പോൾ പരസ്പരമുള്ള ബാധ്യതയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗസന്ദർശനത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ അൽ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ആദ അർ-റജുലു അഖാഹു ഔ സാറഹു ഖാല അല്ലാഹു ലഹ്, ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനെ രോഗസന്ദർശനം നടത്തിയാൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള മറ്റു സന്ദർശനം, സാധാരണ സന്ദർശനം നടത്തിയാൽ പോലും ഖാല അല്ലാഹു ലഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയോട് പറയും, അള്ളാഹു ആ വ്യക്തിയോട് പറയും, തിബ്ത, നീ നന്മ ചെയ്തിരിക്കുന്നു, വത്വാബ മംശാഖ്,
നിന്റെ നടത്തം നന്നായിരിക്കുന്നു. വതബവ്വഅത മിനൽ ജന്നതി വതബവ്വഅത മൻസിലൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നീ ഒരു ഭവനം തയ്യാറാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗസന്ദർശനം നടത്തിയ വ്യക്തിയോട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചിരിക്കുന്നു. എത്ര വലിയ പ്രതിഫലമാണ് സഹോദരങ്ങളെ, എത്ര വലിയ പ്രതിഫലമാണ് സഹോദരങ്ങളെ. അള്ളാഹു പറയുമെന്നാണ്, നീ നന്മ ചെയ്തിരിക്കുന്നു, നിന്റെ നടത്തം നന്നായിരിക്കുന്നു, നീ സ്വർഗത്തിൽ ഭവനം തയ്യാറാക്കി വച്ചിരിക്കുന്നു എന്ന് രോഗസന്ദർശനം നടത്തിയ വ്യക്തിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെങ്കിൽ ആ അമൽ എത്രമേൽ മഹത്വമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ആയിദുൽ മരീദി ഫീ മഖ്റഫത്തിൽ ജന്ന ഹത്താ യർജിഅ, രോഗസന്ദർശനം നടത്തുന്ന ആൾ, ആ വ്യക്തി സ്വർഗീയ ആരാമത്തിലായിരിക്കും അവിടെ നിന്ന് മടങ്ങുന്നത് വരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, എത്ര വലിയ ശ്രേഷ്ഠതയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുപോലെ തന്നെ സ്വഹീഹ് മുസ്ലിമിൽ തന്നെ കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിരിക്കുന്നു, ഇന്നല്ലാഹ അസ്സ വ ജല്ല യഖൂലു യൗമൽ ഖിയാമ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ പറയും, യബ്ന ആദം, ഏ ആദമിൻ്റെ മകനെ, മനുഷ്യനെ, മരിൽതു ഫലം തഉദുനി, ഞാൻ രോഗിയായപ്പോൾ നീ എന്നെ സന്ദർശിച്ചിട്ടില്ല എന്ന് പറയും. ആ സമയത്ത് ആ വ്യക്തി പറയും, ഖാല യാ റബ്ബി കൈഫ അഊദുക വ അൻത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീൻ അല്ലയോ, ഈ ആലമിനെ മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന, അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നവനല്ലയോ, പിന്നെ എങ്ങനെയാണ് നീ രോഗിയാവുക എന്ന് ആ കേട്ട വ്യക്തി മറുപടി പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു പറയുന്നത്, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള ഫലം തഅദുഹു, എൻ്റെ ഇന്നാലിന്ന ഒരു അടിമ രോഗിയാണെന്ന് നീ അറിഞ്ഞിട്ടും നീ ആ വ്യക്തിയെ സന്ദർശിച്ചിട്ടില്ലല്ലോ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ രോഗിയായിട്ടും എന്നെ നീ സന്ദർശിച്ചില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലാണ് അല്ലാഹുവിൻ്റെ അടിമകളെ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൻ്റെ അടിമകളോടുള്ള തൻ്റെ അടിമകളോടുള്ള റഹ്മത്താണത്, തൻ്റെ അടിമകളോടുള്ള കാരുണ്യമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ മുഅ്മിനായ ഒരു അടിമയെ രോഗസന്ദർശനം നടത്താതിരിക്കുന്നത് തന്നെ സന്ദർശിക്കാതിരിക്കൽ പോലെയാണ്. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര പ്രാധാന്യത്തോടു കൂടെ ആ വിഷയം നമ്മൾ എടുക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. നോക്കൂ സഹോദരങ്ങളെ, രോഗസന്ദർശനം നടത്താതിരിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചോദ്യം നാളെ നേരിടേണ്ടി വരുന്ന കാര്യമാണ് എന്നതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി സഹോദരങ്ങളെ, നമ്മൾ രോഗിയെ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് സഹോദരങ്ങളെ, നമ്മൾ രോഗികളെ സന്ദർശിക്കുമ്പോൾ അവർക്ക് സന്തോഷം പകരാൻ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. നമ്മൾ സന്ദർശിക്കുന്ന രോഗികളെ പരമാവധി സന്തോഷിപ്പിക്കാനായി നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ സന്തോഷിപ്പിക്കേണ്ടത് ദീന് കൊണ്ടാണ്. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട്, പരലോകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട്, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ രൂപത്തിൽ സന്തോഷിപ്പിക്കാനായി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹദിയായ ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആദനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അന മരീദ, ഞാൻ രോഗിയായിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ രോഗസന്ദർശനം നടത്തി. ഫഖാല, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബ്ശിരി യാ ഉമ്മുൽ അലാ, ഉമ്മുൽ അലാ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, ഉമ്മുൽ അലാ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, ഫഇന്ന മറദൽ മുസ്ലിം, കാരണം ഉണ്ടല്ലോ, ഒരു മുസ്ലിമായ വ്യക്തിക്ക് രോഗം ബാധിക്കുക എന്നുള്ളത് യുദ്ഹിബുല്ലാഹു ബിഹി ഖത്വായ കമാ തുദ്ഹിബുൻ നാറു ഖബസ ദഹബി വൽ ഫിദ്ദ, ഈ വെള്ളിയുടെയും അതുപോലെ തന്നെ സ്വർണത്തിൻ്റെയും അതിൽ വരുന്ന അഴുക്കുകളെ എങ്ങനെയാണോ തീ സ്ഫുടം ചെയ്തെടുക്കുന്നത്, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം കാരണത്താൽ രോഗിയായ വ്യക്തിയിൽ നിന്ന് അവൻ്റെ പാപങ്ങളെ സ്ഫുടം ചെയ്തെടുക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, രോഗികളായ സഹോദരങ്ങളുണ്ടെങ്കിൽ
നിത്യവും വേദനയും പ്രയാസവുമായി കഴിഞ്ഞുകൂടുന്ന എൻ്റെ സഹോദരങ്ങൾ എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സത്യവിശ്വാസികളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നും വെറുതെയല്ല സഹോദരങ്ങളെ. നമ്മൾ അനുഭവിക്കുന്ന ചെറിയ വേദനകൾ, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ, മുസ്ലിമിന് ബാധിക്കുന്ന വേദന, ബുദ്ധിമുട്ട്, പ്രയാസം, അതുപോലെ തന്നെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ, നമ്മുടെ മനസ്സിലൊക്കെ വരുന്ന ചെറിയ വിങ്ങലുകൾ വരെയുണ്ടല്ലോ, ചെറിയ വിങ്ങലുകൾ, ആരും കേൾക്കാത്ത, ആരോടും പങ്കുവെക്കാൻ സാധിക്കാത്ത ചെറിയ വിങ്ങലുകൾ, അതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കും. അതൊന്നും വെറുതെയാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് പ്രതിഫലം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിത്യവും വേദനയും ബുദ്ധിമുട്ടും ക്ഷീണവുമായി പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾ നമുക്ക് സന്തോഷിക്കാനുള്ള വാക്കുകളാണ്. അവിടുന്ന് പറഞ്ഞു, എങ്ങനെയാണോ തീ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും മാലിന്യങ്ങളെ വൃത്തിയാക്കുന്നത്, അതുപോലെ ഒരു മുസ്ലിമിന് രോഗം ബാധിച്ചാൽ പാപങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശുദ്ധീകരിച്ചെടുക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷിച്ചു കൊള്ളുക സഹോദരങ്ങളെ. ഉമ്മുൽ അലയോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട രോഗികളായ സഹോദരങ്ങളെ, നമുക്ക് സന്തോഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ രൂപത്തിൽ സഹോദരങ്ങളെ, രോഗികളായ ആളുകളെ സന്ദർശിക്കുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, രോഗികളെ സന്ദർശിക്കുമ്പോൾ അവരോട് നല്ലത് മാത്രം പറയാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ഹളർതുമുൽ മരീള അവിൽ മയ്യിത്ത്, നിങ്ങൾ മരണവീട്ടിൽ ഹാദിറായാൽ, ഒരു മയ്യത്തിൻ്റെ അടുക്കൽ നിങ്ങൾ ചെന്നാൽ, അല്ലെങ്കിൽ ഒരു രോഗിയെ നിങ്ങൾ സന്ദർശിച്ചാൽ, ഫഖൂലു ഖൈറ, നിങ്ങൾ നല്ലത് പറയണം. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, കാരണം നിങ്ങൾ പറയുന്നതിന് മലക്കുകൾ ആമീൻ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗസന്ദർശനം നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല വാക്കുകൾ പറയാൻ, നല്ല കാര്യങ്ങൾ മാത്രം പറയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങളെ, നല്ല ഉപദേശങ്ങൾ അവർക്ക് കൊടുക്കണമെന്നുള്ളതാണ്. രോഗസന്ദർശനം നടത്തുമ്പോൾ നമ്മൾ മടിക്കാൻ പാടില്ല. നല്ല രീതിയിലുള്ള ആവശ്യമായ ഉപദേശങ്ങൾ അവരെ വേദനിപ്പിക്കാത്ത രൂപത്തിൽ, അവരെ മടുപ്പിക്കാത്ത രൂപത്തിൽ നമ്മൾ നൽകണമെന്നുള്ളതാണ്. പലപ്പോഴും രോഗികളായ ആളുകൾ ചില വസ്വാസിൻ്റെ ഒക്കെ പേരിൽ നിസ്കരിക്കാതിരിക്കുന്ന ആളുകളുണ്ടാകും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിസ്കാരം ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥയുമില്ല എന്നുള്ളതാണ്. ബോധമുള്ളിടത്തോളം നിസ്കരിക്കൽ മുസ്ലിമിന് നിർബന്ധമാണ്. രോഗത്തിൻ്റെ അവസ്ഥയനുസരിച്ച് ഇരുന്നും കിടന്നും ആംഗ്യം കൊണ്ടും എല്ലാം നമുക്ക് നമസ്കരിക്കാം. നിസ്കാരം ഒഴിവാക്കുന്ന ഒരു സന്ദർഭവും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും രോഗികളായ ആളുകൾ നജസ്സുകളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ചെറിയൊരു വൃത്തിക്കുറവിൻ്റെ ഒക്കെ പേരിൽ നിസ്കരിക്കാതെ മാസങ്ങളോളം കഴിഞ്ഞുകൂടുന്ന അവസ്ഥയുണ്ട്. അത്തരം ആളുകളെയൊക്കെ സന്ദർശിക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇരുന്നും നിസ്കരിക്കാം, കിടന്നും നിസ്കരിക്കാം, ഇനി പറ്റിയില്ലെങ്കിൽ വുളൂ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തയമ്മൂം ചെയ്യാം, അതിനും സാധിച്ചില്ലെങ്കിൽ അതുമല്ലാത്ത അവസ്ഥയിൽ നമസ്കരിക്കാം എന്നൊക്കെ രൂപത്തിൽ കൃത്യമായും അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ച കാര്യങ്ങൾ രോഗികളായ ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ രോഗസന്ദർഭത്തിൽ അള്ളാഹുവിനെ ഓർക്കാനും ദിക്ർ ചെയ്യാനും, അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് അടുക്കാനൊക്കെ ഉള്ള നല്ലൊരു സന്ദർഭമാണിത്. പരമാവധി അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്നത് പോലെ ഇൽമുമായി ബന്ധപ്പെട്ട് നിൽക്കാനൊക്കെ പ്രേരിപ്പിക്കാം ആ സമയത്ത്. അതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ എന്താവണം, രോഗികളായ ആളുകളെ സന്ദർശിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനായി ശ്രദ്ധിക്കണമെന്നതും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. മറ്റൊന്ന് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗസന്ദർശനം നടത്തുമ്പോൾ നമ്മോട് നിർവഹിക്കാനായി പഠിപ്പിച്ച കുറേ പ്രാർത്ഥനകളുണ്ട്. അത്തരം പ്രാർത്ഥനകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ അതുപോലെ നമ്മൾ പഠിച്ച് നിർവഹിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളത് പഠിക്കാത്തതിൻ്റെ പേരിൽ വെറുതെ രോഗികളെ സന്ദർശിച്ച് മിണ്ടാതെ നിന്ന് നമ്മൾ തിരിച്ചു പോരുന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച ഒരുപാട് ദുആ ഉണ്ട്. അത്തരം ദുആകൾ നമ്മൾ പഠിച്ച്
നിർവഹിക്കാനായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ആദ മരീദൻ ലം യഹ്ളുർ അജലുഹു. മരണാസന്നനല്ലാത്ത രോഗിയെ സന്ദർശിക്കുന്ന സമയത്തിൽ, മരണത്തിൻ്റെ സമയം എടുത്തിട്ടില്ലാത്തൊരു രോഗിയെ സന്ദർശിക്കുന്ന സമയത്ത് ആരെങ്കിലും ആ വ്യക്തിയുടെ അടുക്കൽ വെച്ചുകൊണ്ട് 7 പ്രാവശ്യം അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക് എന്ന് പറഞ്ഞാൽ ഇല്ല ആഫാഹുല്ലാഹു മിൻ ദാലികൽ മറദ്, ആ രോഗത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് ആഫിയത്ത് കൊടുക്കാതിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. സഹോദരങ്ങളെ, എന്നാണ് നമ്മൾ രോഗികളെ സന്ദർശിക്കുമ്പോൾ ഈ ദുആക്ക് നിർവഹിച്ചിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, മുഹമ്മദ് മുസ്തഫയാണ് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രോഗിയെ സന്ദർശിച്ച് 7 പ്രാവശ്യം ആ രോഗിയുടെ അടുക്കൽ നിന്നുകൊണ്ട് അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക എന്ന് പറഞ്ഞാൽ ആ രോഗത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് ശിഫാ നൽകാതിരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കാനായി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുരുക്കത്തിൽ രോഗസന്ദർശനം നടത്തുക എന്നത് നമ്മൾ ഒരിക്കലും മടിക്കാൻ പാടില്ല. രോഗസന്ദർശനം നടത്തുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിച്ച, ഒരു വേള ഹക്കാണ്, ബാധ്യതയാണ്, മുസ്ലിമിനോടുള്ള ബാധ്യതയാണ് എന്ന് പറഞ്ഞ് ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ച അമലാണ്. അതോടൊപ്പം അത് നിർവഹിക്കാതിരിക്കുക എന്നുള്ളത് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യത്തിന് വിധേയമാക്കപ്പെടുന്ന കാര്യവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം രോഗസന്ദർശനം നടത്തുമ്പോൾ അല്ലാഹുവിൻ്റെ ദീൻ നമുക്ക് പഠിപ്പിച്ച ആദാബുകൾ പരമാവധി പാലിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ നസ്റ അബ്ദഹു വഅയ്യദ ജുൻദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അൽമൂഫീന അഹ്ദഹു. കഠിനമായ ചൂടിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അവൻ അനുഭവിക്കുന്ന ഒന്നും അത് വെറുതെയല്ല. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തിലും അവന് പഠിക്കാൻ ഏറെ ഗുണപാഠങ്ങളുണ്ട്. സഹോദരങ്ങളെ, ഈ ശക്തമായ ചൂട് നമ്മൾ അനുഭവിക്കുമ്പോൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കുകളിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങളിൽ യഖീനുള്ള ദൃഢമായ വിശ്വാസമുള്ള സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാളെ മരിച്ചു ചെന്നാൽ പരലോകമുണ്ടെന്നും ആ പരലോകത്ത് നന്മ ചെയ്തവർക്ക് സ്വർഗമുണ്ടെന്നും തിന്മ ചെയ്തവർക്ക് നരകമുണ്ടെന്നും ആ നരകത്തിൻ്റെ ചൂട് ശക്തമായ ചൂടാണ് എന്ന് മനസ്സിലാക്കുന്നൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന ഈ ചൂടിലൊക്കെ വലിയ വലിയ പാഠങ്ങളുണ്ട്. വലിയ പുനർവിചിന്തനങ്ങൾ നമുക്ക് നടത്താനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ. ഈ ദുനിയാവിൽ എന്തൊക്കെ തീകളുണ്ടെങ്കിലും എന്തൊക്കെ ചൂടുകളുണ്ടെങ്കിലും ഖുൽ പറയുക, നാറു ജഹന്നമ അശദ്ദു ഹർറ. നരകത്തിൻ്റെ തീയുണ്ടല്ലോ, നരകത്തിൻ്റെ ചൂടുണ്ടല്ലോ, അതാണ് കഠിനമായ ചൂടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും എന്നത് സത്യമാണെങ്കിൽ, അത് നമുക്ക് പൂർണ്ണമായ ബോധ്യമുള്ള കാര്യമാണ് എങ്കിൽ, അതുപോലെ നമുക്ക് ബോധ്യമാകേണ്ട കാര്യമാണ്, അതുപോലെ നമുക്ക് ദൃഢമായ വിശ്വാസമുണ്ടാകേണ്ട കാര്യമാണ്, നമ്മൾ മരിച്ചു ചെന്നാൽ പരലോകത്ത് വിചാരണയുണ്ടാകുമെന്നും തിന്മ ചെയ്തവർക്ക്, തെറ്റുകൾ ചെയ്ത ആളുകൾക്ക് നരകമുണ്ടാകും എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുത്തെ ശിക്ഷയുണ്ടല്ലോ നമ്മെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലും അപ്പുറമാണ്. നമുക്ക് സഹിക്കാൻ കഴിയുന്നതായിരിക്കില്ല അവിടുത്തെ എന്തും നമ്മെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ സാധിക്കുന്നതല്ല. ഈ ബോധം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ. ആ നരകത്തിലേക്ക് ചെന്നാൽ അവിടെ നമുക്ക് നല്ല രൂപത്തിലൊരു ജീവിതം സാധ്യമല്ല.
എന്നാൽ മരിച്ചുകൊണ്ട് നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് ഒരാശ്വാസമോ അതും അവിടെ സാധ്യമല്ല. ثم لا يموت فيها ولا يحيا. അതാണ് സഹോദരങ്ങളെ നരകം. ആ നരകത്തെക്കുറിച്ചുള്ള കൃത്യമായ ഓർമ്മ നമുക്കുണ്ടാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അവിടുത്തെ ചൂട് നമ്മെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിലും അപ്പുറമാണ്. നമുക്ക് സഹിക്കാൻ സാധിക്കുന്നതല്ല. ഈ ഒരു ബോധ്യം സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഈ ഒരു ഓർമ്മ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്രമാത്രം നിസ്സാരരാണ്, നമ്മൾ എത്രമാത്രം ദുർബലരാണ് എന്ന കൃത്യമായ ചിന്തയും ഈ സമയത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ സൂറത്തുൽ മുൽക്കിൻ്റെ അവസാന ഭാഗത്ത്, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങളുടെ വെള്ളം അങ്ങ് വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് നല്ല വെള്ളം കൊണ്ടുതരാനുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിഅയിലും ഇതേ ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട്. അള്ളാഹു ആരാണ് ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കുന്നത്, നിങ്ങളാണോ അതോ നാമാണോ എന്ന ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുന്നുണ്ട്. ശാസ്ത്രം എത്ര വികസിച്ചാലും, എന്തൊക്കെ ഞങ്ങളുടെ കൈപ്പിടിയിലാണ് എന്ന് പറഞ്ഞു മനുഷ്യൻ അഹങ്കരിച്ചാലും, സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദുർബലരാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിസ്സാരരാണ് എന്ന് തെളിയിക്കുന്ന കാര്യമാണ് ഇതെല്ലാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സന്ദർഭങ്ങളെയെല്ലാം തന്നെ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളായി, ഗുണപാഠങ്ങളാക്കി മാറ്റാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർന്ന് ചിന്തിക്കുന്ന, നല്ല രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരി പ്രസവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസത്തിലാണ് എന്നറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫാ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തും ഖുവ്വത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയം നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.